തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ബി.ജെ.പി. പണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ദേശീയ മാധ്യമങ്ങളിൽ നടന്ന ചർച്ചയിൽ ഒരു അവതാരകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുകയാണ്. ബി.ജെ.പിയുടെ ചിരവൈരികളായ ഒരു വലിയ പാർട്ടിയെ ബി.ജെ.പി. സഖ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിതാ ക്ഷണമെത്തിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, തമിഴ്നാട്ടിലെ DMK-യെ തങ്ങളുടെ സഖ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബി.ജെ.പി. ഇതാ മുൻപോട്ട് എത്തിയിരിക്കുന്നു. നമുക്കറിയാമായിരുന്നു ബി.ജെ.പിക്ക് ഒരു കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഭൂരിപക്ഷം കിട്ടാതെ അവർ മുൻപോട്ട് പോയി എങ്കിൽ അവരുടെ സഖ്യകക്ഷികളോ ഇല്ല സഖ്യത്തിന് പുറത്തുള്ളവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയ രീതിയിലേക്ക് മുൻപോട്ട് പോകും എന്നുള്ള ഒരു വലിയ സന്ദേശം നമ്മൾ നേരത്തെ തന്നെ പല വാർത്തകളിലും നൽകിയിരുന്നു. അവരുടെ കൂടെ ഇക്കാലം അത്രയും NDA-ക്ക് പുറത്തുനിന്നവരെ പിന്തുണച്ച രണ്ട് പാർട്ടികളായിരുന്നു YSR കോൺഗ്രസും ഒഡീഷയിലെ ബിജു ജനതാദളും. പക്ഷേ ബി.ജെ.പി. വളർന്നതോടുകൂടി ആന്ധ്രയിൽ TDP BJP സഖ്യം അധികാരം പിടിച്ചോടി YSR തകർന്നടിഞ്ഞു. ഒപ്പം തന്നെ ബിജു ജനതാദൾ ഒഡീഷയിൽ BJP അധികാരം പിടിച്ചോടെ തകർന്നടിച്ചപ്പോൾ ദക്ഷിണേന്ത്യയിലെ വമ്പനെ തന്നെ കണ്ണുവെച്ചുകൊണ്ട് BJP-യുടെ നീക്കം. ഈ ഒരു നീക്കത്തിന് രണ്ട് ആംഗിളുകളാണുള്ളത്. ഒന്ന്, നിതീഷ് കുമാറിനെ ചൂണ്ടിയെടുക്കാനുള്ള മമത ഉൾപ്പെടെയുള്ള INDA മുന്നണിയുടെ ആ ഒരു നീക്കത്തിന് തടയിട്ടുകൊണ്ട് ഒരു വലിയ ഓഫർ DMK-യുടെ മുമ്പിലേക്ക് BJP വെച്ചിരിക്കുന്നു. തങ്ങളുടെ മുന്നണിയിലേക്ക് നിങ്ങൾക്കും വരാമെന്ന്. ഒരുപക്ഷെ ഈ ഓഫറുകൾ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇന്ന് ഈ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വിവിധ ദേശീയ ചാനലിലെ പാനലിസ്റ്റുകൾ പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ സ്റ്റാലിൻ മോദിയും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അത് സംഭവിക്കാം. കാരണം രാഷ്ട്രീയത്തിൽ എന്തും എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ്. ബി.ജെ.പി. സംബന്ധിച്ച് ഇതിനൊന്നും യാതൊരു പുതുമയുമില്ല. ഒരിക്കലും കൂട്ടുകൂടില്ല എന്ന് കരുതിയ ജമ്മു കാശ്മീരിലെ PDP-യുമായി കൂട്ടുകൂടി 4 വർഷം ഭരിച്ചിരുന്നവരാണത്. ഒരിക്കലും തങ്ങളുടെ മുന്നണിയിലേക്ക് ഇനി നിതീഷ് കുമാറിനെ എടുക്കില്ല എന്ന് പറഞ്ഞ് നാവ് വായിലിടും മുമ്പ് തന്നെ ആ നിതീഷ് കുമാറിനെ കൂടെ കൂട്ടി ഇപ്പോഴും ബീഹാർ ഭരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ DMK-യുമായി അവർ കൂട്ടുകൂടിയാലും അവരെ ക്ഷണിക്കുന്നതിലും യാതൊരു തെറ്റും ആർക്കും കാണാനും കഴിയില്ല. കാരണം അവർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല, പകരം എതിരാളികളെ ഉള്ളൂ. എതിരാളികൾ എന്ന് പറഞ്ഞാൽ സമയാസമയങ്ങളിൽ തങ്ങളുടെ തോഴരായി മാറുമെന്നും BJP-ക്ക് അറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.